ഇന്ന് നമുക്ക് ടേസ്റ്റിയായ ഒരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതിനുള്ള ചേരുവകൾ: ഇറച്ചി വേവിച്ച് പൊടിച്ചതാണ്. ഇതിന് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടാണ് ഇത് വേവിച്ചേക്കണത്. സവാള, ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് പൊടിച്ചതാണ്. ഇത് ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് വെളിച്ചെണ്ണ. ഇത് മുട്ടയുടെ വെള്ള മാത്രം ഒരു നുള്ളു ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് മുട്ടയുടെ ഉണ്ണിയാണ്. ഇത് മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാല, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചത്, ഇത് കുരുമുളക്. നമുക്കിതിനുള്ള മിക്സ് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട്. കറിവേപ്പില പേസ്റ്റ് ഇടാം. ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് വേണം ഉള്ളി ഇടാനായിട്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ടുണ്ട്. നമുക്ക് സവാള ഇടാം. നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഒരല്പം ഉപ്പിടാം. കുരുമുളക് പൊടി ഇടാം. ഗരം മസാലപ്പൊടി ഇടാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയുടെ പൊടിച്ചത് ഇടാം. ഇറച്ചി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതിടാം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വേവിക്കരുത്. തൊലിയോട് കൂടി തന്നെ വേണം വേവിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ ഭയങ്കര വെള്ളം പിടിക്കും. നമുക്കിത് പിടിക്കാൻ നേരം ഒരുപാട് വെള്ളത്തിൻ്റെ അംശം വരും അതിൽ. അപ്പോൾ കറക്റ്റ് കട്ട്ലേറ്റ് ആവില്ല, പൊട്ടിപ്പോവും. ഈ ടൈമിൽ നമ്മളതിൽ ഉപ്പ് നോക്കണം. ഇതായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറിയിട്ട് വേണം കട്ട്ലേറ്റ് ആക്കാൻ. നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാം. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ളൊരു അടപ്പാണ്. ഇത് എത്ര വലിപ്പം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിലൊരല്പം വെളിച്ചെണ്ണ ഇങ്ങനെ തേക്കുക. പിന്നെ നമ്മളിതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിനേലും വലുത് വേണമെങ്കിൽ നമുക്ക് വലിയ അടപ്പെടുക്കാം. ഒരു മീഡിയം അടപ്പാണ് ഒരു കാണാൻ ഭംഗി. പിന്നെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലേക്ക് വീണ് കിട്ടും. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിങ്ങനെ പുരട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും പോരാനായിട്ട്. ഷേപ്പൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ബോളാക്കുക, കയ്യിൽ വെച്ച് ഒന്നങ്ങ് പരത്തുക. അടപ്പൊന്നിങ്ങനെ ചുളുക്കി കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ ഷേപ്പായിട്ട് വീണ് കിട്ടും. നല്ല എളുപ്പമാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. നമുക്ക് കട്ട്ലേറ്റിനൊരു കോട്ടിങ് കൊടുക്കാം. ഇത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ളം എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണി നമ്മൾ ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണയിൽ പതയും. അതേസമയം വെള്ളം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും എണ്ണയിൽ പത വരില്ല. നമുക്ക് ബ്രെഡ് പൊടി ഇല്ലെങ്കിൽ റസ്ക് പൊടിച്ചെടുത്താലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് വറുക്കാനായിട്ട് ചട്ടി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. കട്ട്ലറ്റ് ഒന്ന് മുങ്ങിക്കിടന്ന് വറുക്കേണ്ട സാധനമാണ്. അപ്പോൾ കുറച്ചൊന്ന് എണ്ണ അധികം ആവശ്യമുണ്ട്. നമുക്ക് എണ്ണ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ആയതുകൊണ്ടാണ് അത് പൊങ്ങി നിൽക്കുന്നത്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇടാം. ഇത് മുട്ടയുടെ ഉണ്ണി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തെങ്കിൽ ഇത് മൊത്തം പതഞ്ഞ് എണ്ണ നമുക്ക് ഈ കട്ട്ലറ്റ് ഒന്നും കാണാത്ത രീതിയിലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല, ശരിക്കും മറിച്ചിടാൻ കാണാൻ പറ്റും. നമുക്ക് ഇട്ടത് മറിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് തീ വെക്കാനും പാടില്ല, ഒരുപാട് തീ കുറയ്ക്കാനും പാടില്ല. ഒരുപാട് തീ കുറച്ചത് എണ്ണ കുടിക്കും. പിന്നെ ബ്രെഡിൻ്റെ പൊടി പെട്ടെന്ന് കരിയണതായതുകൊണ്ട് ഒരുപാട് തീ വെക്കരുത്. നമുക്കിതായിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാം. നമ്മളെപ്പോഴും എന്ത് വറുത്ത് കോരിയാലും നമ്മൾ അരിപ്പയിൽ തന്നെ കോരി വയ്ക്കണം. എന്നാലാണ് എണ്ണ നന്നായിട്ട് പോവുള്ളൂ.